ഹലോ, അപ്പോൾ നമുക്ക് സ്ട്രീറ്റ് ഫുഡിലെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് കെസ്റ്റൺ റോഡിലെ ദ ടാക്കോ ക്ലബ് ബൈ ടേബിൾ 3-ലാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ടാക്കോസ് കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓരോ ടാക്കോസ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് മെനുവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ടാക്കോസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. എനിക്ക് പേരൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് എന്ത് വാങ്ങണമെന്ന് ഡൗട്ട് അടിച്ചിരിക്കുകയാണ്. സോ ഞാൻ എന്തായാലും ഇതിൽ മാത്രമല്ല, ഇതിലെ നെയിംസിൻ്റെ കൂടെ തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഉള്ളത് അതെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനൊന്നും വരത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലൊരു ബിരിയാ ടാക്കോസ് ഇപ്പോൾ ഓർഡർ ചെയ്യാൻ പോവാണ്. ചേട്ടാ, ഒരു ബിരിയാ ടാക്കോസ്. അപ്പം നമ്മുടെ ബിരിയാ ടാക്കോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കുന്നത് നോക്കാം. ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല, ഒരുപാട് ടൈം എടുത്തിട്ടില്ല. ഞാൻ വിചാരിച്ച് കുറച്ച് സമയം എടുക്കുമെന്ന്, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടിയായിരുന്നു. അപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫാണ് ഇതിനകത്ത്. ബീഫും ചീസൊക്കെ ഇട്ടും നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കണം, വളരെ നന്നായിട്ടുണ്ട്. അത് നമ്മളിവിടെ ഒരു സോസ് ഉണ്ട്, ഈ സോസിലും ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാൻ, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് വരാം. ഇതിൻ്റെ പ്രൈസ് പക്ഷേ വളരെ റീസണബിളാണ്. ആൻഡ് നമുക്ക് മൂന്ന് ടാക്കോസ് നമുക്ക് കിട്ടും ഒരു ഇതിൽ. ഇത് കൂടാതെ എനിക്ക് ഇനി 2-3 ഓർഡർ ചെയ്യണം എന്നുണ്ട്. സോ ഞാൻ ഇതൊന്ന് കഴിച്ച് തീർന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. നമ്മുടെ ബിരിയാ ടാക്കോസ് ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം അത് നല്ല സ്പൈസിയൊക്കെ ആയിരുന്നു, പക്ഷെ അതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അടുത്ത ഒരു ഇതിനകത്ത് ടാക്കോസ് അല്ലാതെ ബെറിറ്റോ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ BBQ ബീഫ് ബെറിറ്റോ ആണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചേട്ടാ, ഒരു BBQ ബീഫ് ബെറിറ്റോ. നമുക്ക് ബെറീറ്റോ കിട്ടിയിട്ടുണ്ട്. ബെറീറ്റോ എന്ന് പറയുന്ന റോൾ ടൈപ്പ് ആണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ സെയിം ക്യൂരിയസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് ബീഫിൻ്റെ ഫില്ലറാണ് വച്ചിരിക്കുന്നത്. അപ്പം ബീഫുണ്ട്, മയണൈസ് ആൻഡ് കുറേ വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ബെറീറ്റോ ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് നല്ലൊരു എന്താ പറയുക, എല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ല ബ്ലെൻഡായിട്ട് വരുന്നുണ്ടെല്ലാം. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഷവർമ പോലെ തോന്നും, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടെ വളരെ എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് വരുന്നത്. എന്താ പറയുക, ബെറിറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഇതിൽ ഓയിൽ ഒട്ടും ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതൊരു സ്പെഷ്യാലിറ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടാണ് നമുക്ക് ഈ ബെറിറ്റോ കഴിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഇത്രയും നേരം കഴിച്ച് എൻ്റെ വയറ് ഓൾറെഡി ഒന്ന് നിറഞ്ഞു കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇത്രയും നേരം സ്പൈസി ആയിട്ടുള്ളതല്ല കഴിച്ചത്. അപ്പം നമുക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെക്സിക്കൻ ഡെസേർട്ട് അടുത്ത് ഒന്ന് കഴിച്ച് നോക്കാം. ഞാൻ ചുറോസ് ആണ് അടുത്ത ഓർഡർ ചെയ്യാൻ പോകുന്നത്. ഒരു ചുറോസ് കൂടി. ഞാൻ ചുറോസാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെയാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതാണ് ചുറോസ്.
ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. വളരെ സ്വീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ചോക്ലേറ്റിൻ്റെ ഇതും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ നല്ല ഇത് വരുന്നുണ്ട്, ടേസ്റ്റ് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ടാക്കോ ക്ലബ്ബിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. കാരണം ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമുക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാം. ആൻഡ് ഇതെല്ലാം റീസണബിൾ പ്രൈസിലുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പതിയെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ കുറച്ച് നേരമൊക്കെ അത് കറങ്ങി കിടക്കട്ടെ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.